ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, നമുക്ക് ഇന്ന് തൈരും കത്തിരിക്കയും കൊണ്ട് ഒരു കറി വയ്ക്കാം സിമ്പിളായിട്ട്. അതിന് വേണ്ടി 2 മീഡിയം സൈസ് കത്തിരിക്ക വേണം. അതൊന്ന് വാഷ് ചെയ്ത് എടുത്തതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ ഒന്ന് നമുക്ക് സ്ലൈസ് ചെയ്ത് വയ്ക്കാം. പിന്നെ അതിന് ആവശ്യമുള്ള ഉപ്പ് ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം ആവശ്യമുള്ള മുളക് പൊടിയും ഇടാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണെങ്കിൽ നമുക്ക് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് എല്ലാ ഇതിലും പിടിച്ചിരിക്കും. അതിനുശേഷം നമുക്ക് ദോശക്കല്ലിൽ ഒന്ന് എണ്ണ ചൂടാക്കി പൊരിച്ചെടുക്കാം. തിരിച്ച് ഇടാം. ഒരു സൈഡ് വന്നിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ അതിന് ഒരു പച്ചമുളക്, പാതി തക്കാളി, 2-3 കറിവേപ്പില വേണം. പിന്നെ 1 കപ്പ് തൈരും. കടുക് പൊട്ടിക്കുക. പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇടുക. തക്കാളി, പച്ചമുളക് എന്നിവയിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു കപ്പ് തൈര് എടുക്കാം. അതിന് ആവശ്യമുള്ള ഉപ്പിടാം. കുറച്ച് മുളക് പൊടിയും ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി പൊരിച്ച് വെച്ച കത്തിരിക്ക ഇട്ട് പൊടിയാതെ മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ സ്പൂണ് വെച്ച് നമ്മൾ ഇളക്കുകയാണെങ്കിൽ ഒന്നും പൊട്ടിപ്പോകില്ല. അതാണ് സ്പൂൺ വെച്ച് ഇളക്കുന്നത്. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് തൈരും ഒഴിക്കാം.
ഗ്യാസ് ഓഫാക്കുക, അല്ലെങ്കിൽ തൈര് തിരിഞ്ഞു പോവും. അത്ര തന്നെ സിമ്പിളായ നമ്മുടെ ബ്രിഞ്ചോളും തൈരും വെച്ചിട്ടുള്ള കറി റെഡി. ഓക്കെ, നിങ്ങളും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.